അങ്ങനെ അതും തീരുമാനമായി. പക്ഷേ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ ചെക്കൻ സഞ്ജു കളിക്കാൻ ഇറങ്ങി. അതാണൊരു സന്തോഷം. പക്ഷേ 14 ബോളിൽ നിന്ന് 27 റൺസ്. പക്ഷേ ഇന്നലത്തെ കളി വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി തുടക്കമാണ് സഞ്ജു കൊടുത്തത്. 2 പടകൂറ്റൻ 6ഉം 3 4ഉം. പക്ഷെ പിന്നീട് വന്ന ഇഷാൻ കിഷനില്ലേ, എത്ര കോൺഫിഡൻസോടുകൂടി ബാറ്റ് ചെയ്ത് നോക്കി. പക്ഷെ അതൊക്കെ നിൽക്കട്ടെ, അതിന് നമുക്ക് കളിയിലേക്ക് പോകും. കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മൊത്തം ഒരു അനിശ്ചിതത്വമായിരുന്നു. ലേറ്റായിട്ട് കളി തുടങ്ങി. എന്താ കാരണം വെച്ചാൽ ഇന്ത്യൻ ടീമിൻ്റെ ബസ് ട്രാഫിക്കിൽ പെട്ടു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറടുത്ത് ലേറ്റായിട്ടാണ് ടോസ് ചെയ്തത്. കഴിഞ്ഞ കളികളൊക്കെ പോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ടോസ് ഗംഭീരമായിട്ട് ജയിച്ചു. അവരെ ബാറ്റിങ്ങിന് വിട്ടു. ഇംഗ്ലണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ, ഇടിവിട്ട് കളിയിരുന്നു. ഫിലിപ്പ് സാൾട്ട് ഫസ്റ്റ് ഔട്ടായതിനു ശേഷം ജോസ് ബട്ട്ലറും ഹാരി ബ്രൂക്കും കൂടിയേ എന്തുട്ടാ കാട്ടിക്കൂട്ടി. 233 റൺസിൻ്റെ പാർട്ണർഷിപ്പ്. 64 ബോളിൽ നിന്ന് 131 റൺസാണ് ജോസ് ബട്ട്ലർ അടിച്ചത്. 12 4ഉം 8 6ഉം. ഹാരി ബ്രൂക്കാണെങ്കിലോ 45 ബോളിൽ നിന്ന് 95 റൺസ്. അവിടെ 8 6 ഉണ്ട്. അപ്പം തന്നെ മനസ്സിലാവും നമ്മുടെ ബൗളേഴ്സിൻ്റെ. അങ്ങനെ 257 റൺസ് ഇംഗ്ലണ്ട് എടുത്തു. ഇന്ത്യ ആണെങ്കിലോ 201 റൺസിന് കളി അവസാനിച്ചു. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം സഞ്ജുവും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗ് ഇറങ്ങി. സഞ്ജു അടിപൊളി തുടക്കം കൊടുത്തു കേട്ടോ. തുടക്കം ഞാൻ പറഞ്ഞ പോലെ അഭിഷേക് നേരത്തെ ഔട്ടായിപ്പോയി. പിന്നീട് വന്ന് ഇഷാൻ കിഷൻ്റെ പെർഫോമൻസും സഞ്ജുവോട് കൂടി നിൽക്കണ ടപ്പില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചേസ് ചെയ്ത് ജയിക്കുമെന്ന് കുറച്ച് അഹങ്കാരത്തോടെ വേണമെങ്കിൽ പറയാം, വിചാരിച്ചു പോയി. പക്ഷെ അത് അവിടെ സഞ്ജുവിന് ചെറിയൊരു പാളിച്ച പറ്റി. സാംഗാറിൻ്റെ ബോളിൽ സഞ്ജു ഔട്ടായി. പക്ഷെ ആ സമയം കൊണ്ട് സഞ്ജു 2 പടകൂറ്റൻ 6ഉം 3 4ഉം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റൺ റേറ്റിലാണ് നിൽക്കണേ. ഇന്ത്യ ആയിരുന്നെങ്കിലും പവർ പ്ലേയിൽ ഏകദേശം ആ പവർ പ്ലേയിൽ കഴിഞ്ഞാലും മുമ്പ് തന്നെ 10 റൺസ് ഇന്ത്യ എടുത്തിട്ടുണ്ട്. ശ്രേയസ് വന്നിട്ടായിരുന്നു, നല്ല കളിയായിരുന്നു. പക്ഷെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പിന്നെ തിലക് വർമ്മ, അപ്പോഴേക്കും നമ്മുടെ ഇഷാൻ കിഷൻ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. തിലക് വർമ്മയും 50 അടിച്ചു. അടിപൊളി കളിയായിരുന്നു. വൈസ് ക്യാപ്റ്റൻ്റെ ആദ്യത്തെ ഒരു നല്ലൊരു ബാറ്റിംഗ് കണ്ടത് ഇന്നാണ്, ഏറ്റവും അവസാന മുഹൂർത്തത്തിൽ. പിന്നെ വന്നവരുന്ന് വലിയ കാര്യമായിട്ട് കളിക്കാൻ പറ്റിയില്ല. 201 റൺസിന് കളി കഴിഞ്ഞു. ഇംഗ്ലണ്ട് 56 റൺസിൻ്റെ വിജയം കൈവരിച്ച് 4-0 സീരീസ് വൈറ്റ് വാഷ് ചെയ്തു. അങ്ങനെ ഈ T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടൊരു സീരീസിൽ 4 കളിയുടെ തോറ്റു. എന്താ നോക്കണേ. അപ്പം ഇന്നത്തെ കളിയുടെ കൂടുതൽ വിശേഷങ്ങളും കഥകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.